أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പാരായണം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളുടെ അർത്ഥം ഇപ്രകാരമാകുന്നു: അപ്പോൾ വല്ലവനും ഒരണു അളവ് നന്മ ചെയ്യുന്നതായാൽ അതവൻ കാണും. വല്ലവനും ഒരണു അളവ് തിന്മ ചെയ്യുന്നതായാൽ അതും അവൻ കാണും. കഴിഞ്ഞ ദർസിൽ അവസാന നാളുകളിൽ കൂട്ടം കൂട്ടമായി നന്മകളാണെങ്കിലും തിന്മകളാണെങ്കിലും അത് ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കും എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. തുടർന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവർത്തിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ സത്യസാക്ഷ്യത്തെ തെളിയിക്കുന്നതാണ്. ആരാണോ അല്പമെങ്കിലും നന്മ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ചെയ്യുന്നത് അവർക്കും അതുപോലെ തെറ്റു ചെയ്യുന്നവർക്കും തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുന്നതായിരിക്കും. മാത്രമല്ല, കൂട്ടം കൂട്ടമായി ചെയ്യുന്ന ചെറിയ നന്മകളും വലിയ നന്മകളായി മാറുന്നു, അതുപോലെ തന്നെ തിന്മകളും. ആയതിനാൽ നന്മകൾ ഒത്തൊരുമിച്ച് ചെയ്യുക അത് ലോകത്ത് കൂടുതൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കും, അഥവാ സ്വാധീനം ചെലുത്തും. ഇന്നു നാം കാണുന്നു, ഇസ്ലാമിനെതിരിൽ ശത്രുക്കൾ ഒത്തൊരുമിച്ച് അക്രമം അഴിച്ചുവിടുന്നു. അള്ളാഹുവും അതുതന്നെയാണ് പറയുന്നത്. സത്യത്തിനെതിരിൽ വർത്തിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചില്ല എന്ന് ശത്രുക്കൾ പറയാൻ ഇടവരരുത്. ആയതിനാൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. പക്ഷേ ഇസ്ലാം തന്നെ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒത്തൊരുമയുടെ ഫലമായി പറയുമ്പോൾ ഉദാഹരണമായി പറയുന്നു, പണ്ട് നാളുകളിൽ ഏതെങ്കിലും ഒരു അടിമ ഉടമസ്ഥനെ കൊല ചെയ്താൽ, അല്ലെങ്കിൽ ഉടമസ്ഥൻ അടിമയെ കൊല ചെയ്താൽ ഇന്ന ആളെ കൊല ചെയ്തു എന്ന വാർത്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് അസോസിയേഷൻസ് അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകൾ, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റഷ്യൻ മുതലാളിത്തത്തിനെതിരിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒത്തൊരുമിച്ച് വന്നപ്പോൾ അവിടുത്തെ ഭരണം തന്നെ മാറിമറിഞ്ഞു. സൂക്ഷ്മമായ നന്മകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഹുസൂർ പറയുന്നു, ഒരു ആത്മാർത്ഥനായ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിൻ്റെ ബുദ്ധിമുട്ടിൽ അവരെ സഹായിക്കുന്നു, അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്നു, എല്ലായ്പ്പോഴും അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നു. എന്നാൽ പല സഹായങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. ഈ സുഹൃത്ത് ഒരുപക്ഷെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് ധാരധാരയായി കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം, അള്ളാഹുവിനോട് തേടുന്നുണ്ടാവാം. ഇതെല്ലാം മറ്റുള്ളവർക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന മഹാശക്തിയുടെ മുമ്പിൽ ഒരു നന്മയും വിഫലമാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ആർക്കാണ് മറ്റുള്ളവരുടെ മനസ്സ് തുറന്ന് നോക്കാൻ കഴിയുക? എല്ലാ ബന്ധങ്ങളും ഒരു വിശ്വാസത്തിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ഓരോ നന്മ ചെയ്യാനുള്ള തോന്നലുകളും തിന്മ ചെയ്യാനുള്ള തോന്നലുകളും വ്യക്തമാണ്. അവൻ എല്ലാം അറിയുന്നു. ഏതുപോലെ നന്മ ചെയ്യുന്നവർക്ക് സുവാർത്ത നൽകുന്നുവോ അതുപോലെ തിന്മ ചെയ്യുന്നവരോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടും വെളിപ്പെടുത്തിക്കൊണ്ടും ചെയ്യുന്ന എല്ലാ തിന്മകളും അള്ളാഹു അറിയുന്നവനാണ്. ഓരോ തിന്മകൾ ചെയ്യാനുള്ള തോന്നൽ വരുമ്പോൾ ഈ യാഥാർത്ഥ്യം ഓർക്കേണ്ടിയിരിക്കുന്നു. ചിലർക്ക് സംശയമുണ്ടായിരിക്കാം, അള്ളാഹു ആഖിറത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും അതിൻ്റേതായ പ്രതിഫലങ്ങൾ നൽകുന്നു, അപ്പോൾ പിന്നെ സ്വർഗത്തിലും നരകത്തിലും ഒരേ സമയത്ത് പോകുന്നത് പോലെ ആവുകയില്ലേ എന്ന്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, ഏത് കാര്യമാണോ നാം കൂടുതൽ ചെയ്യുന്നത് അതനുസരിച്ച് പ്രതിഫലം ലഭിക്കും എന്നതാണ് സത്യം.
നന്മയ്ക്ക് അള്ളാഹു കൂടുതൽ പ്രതിഫലം നിശ്ചയിച്ചതിനാൽ നന്മ വർദ്ധിക്കുന്നവർക്ക് പെട്ടെന്ന് സ്വർഗം ലഭിക്കാൻ കാരണമാകുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വഹുവല്ലദി യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ്സയ്യിആതി വയഅലമു മാ തഫഅലൂൻ. സൂറത്തു ശൂറ 26-ാം വചനം. തൻ്റെ ദാസരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നവരെത്രയവൻ, തെറ്റുകൾ അവൻ മാപ്പ് ചെയ്തു കൊടുക്കുന്നു, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവൻ അറിയുന്നുണ്ട്. വീണ്ടും അള്ളാഹു പറയുന്നു, വമ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമ കസബത് ഐദീക്കും വയഅഫു അൻ കസീർ. സൂറത്തു ശൂറ 31-ാം വചനം. അർത്ഥം, ഏതൊരു വിപത്ത് നിങ്ങളെ ബാധിക്കുന്നുവോ അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്, എന്നാൽ അധികവും അവൻ മാപ്പാക്കുന്നു. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. അതായത്, അപ്പോൾ വല്ലവനും ഒരണു അളവ് നന്മ ചെയ്യുന്നതായാൽ അതവൻ കാണും, വല്ലവനും ഒരണു അളവ് തിന്മ ചെയ്യുന്നതായാൽ അതും അവൻ കാണും. ഈ ആയത്തുകൾ ഇറങ്ങുമ്പോൾ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഈ ആയത്ത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയക്കുകയും തൻ്റെ കൈ ഭക്ഷണത്തിൽ നിന്ന് എടുക്കുകയും ചെയ്തു. എന്നിട്ട് നബിയോട് ചോദിച്ചു, അല്ലയോ നബിയെ, ചെറിയ തെറ്റുകൾക്ക് എന്നെയും അള്ളാഹു ശിക്ഷിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് തീർത്തും ശരിയാണ്, പക്ഷേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ചെറിയ ബുദ്ധിമുട്ടുകളിലൂടെ മാപ്പാക്കപ്പെടുന്നതാണ്. ആ തെറ്റുകൾ ഇവിടെ തന്നെ ഇല്ലാതാവും. ശരികൾക്കുള്ള പ്രതിഫലങ്ങൾ നിങ്ങളുടെ കൂടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യും. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇവിടെ വിവരിച്ച സ്ഥാനം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹുവിനെ പോലുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ചാണ്. സാധാരണക്കാർക്ക് ഒരുപാട് പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോടായി പറയുന്നു, ഈ ആയത്തുകൾ ഭയപ്പെടുത്തുന്നതിനുള്ളതല്ല, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ വിവരിക്കുന്നതാണ്. കാഫിറുകൾ തീർച്ചയായും ഭയക്കേണ്ടിയിരിക്കുന്നു, എന്നാൽ മുഅ്മിനീങ്ങൾ ഭയക്കേണ്ടതില്ല. ഒരുവൻ നന്മ ചെയ്യുമ്പോൾ ഇരട്ടിയുടെ ഇരട്ടിയും പ്രതിഫലം ലഭിക്കുന്നു. എന്നാൽ തിന്മ ചെയ്യുന്നവന് അവൻ എന്താണോ ചെയ്തത് അതിനുള്ള ശിക്ഷ മാത്രമാണ് ലഭിക്കുക. സൂറത്തു സിൽസാലിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.